യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മകനായും ലോഗോസ് ബൈബിൾ ക്യൂസ് ന്യായാധിപന്മാർ അധ്യായം 17 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 17 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത്? ഉത്തരം: ഒരു ശീർഷകവും 13 വാക്യങ്ങളും. ഒരു ശീർഷകവും 13 വാക്യങ്ങളും. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 17 അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം: മിക്കായുടെ പൂജാഗ്രഹം. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് മിക്കായുടെ പൂജാഗ്രഹം എന്ന ശീർഷകത്തിലുള്ളത്. ന്യായാധിപന്മാർ 17:1 എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17:1. ന്യായാധിപന്മാർ 17:1 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: മിക്കായെക്കുറിച്ച്. മിക്ക ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം: എഫ്രായിം മലനാട്ടുകാരൻ. ന്യായാധിപന്മാർ 17:22 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അതെൻ്റെ കൈവശമുണ്ട്, ഞാനാണതെടുത്തത്. അവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാർ 17:22. മിക്ക അമ്മയോട് തൻ്റെ കൈവശം എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഉത്തരം: അവളുടെ നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ. മിക്കായുടെ അമ്മ എന്തിനെക്കുറിച്ചാണ് ശാപം ഉച്ചരിച്ചത്? ഉത്തരം: നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങളെക്കുറിച്ച്. മിക്കായോട് അവൻ്റെ അമ്മ എന്താണ് രഹസ്യമായി പറഞ്ഞത്? ഉത്തരം: 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി. ആരുടെ 1100 വെള്ളി നാണയങ്ങളാണ് നഷ്ടപ്പെട്ടത്? ഉത്തരം: മിക്കായുടെ അമ്മയുടെ. മിക്കായുടെ അമ്മയുടെ 1100 വെള്ളി നാണയങ്ങൾ ആരാണ് എടുത്തത്? ഉത്തരം: മിക്ക. നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ എടുത്തത് താനാണെന്ന് മിക്ക പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ എന്താണ് പറഞ്ഞത്? ഉത്തരം: എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: മിക്കായുടെ അമ്മ മിക്കായോട്. ന്യായാധിപന്മാർ 17:3 അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു. ന്യായാധിപന്മാർ 17:3. മിക്ക അമ്മയ്ക്ക് എന്താണ് തിരിച്ചു കൊടുത്തത്? ഉത്തരം: 1100 വെള്ളി നാണയങ്ങൾ. 1100 വെള്ളി നാണയങ്ങൾ. മിക്കായുടെ അമ്മ കർത്താവിന് മാറ്റിവെച്ചത് എന്താണ്? ഉത്തരം: വെള്ളി. മിക്കായുടെ അമ്മ വെള്ളി കർത്താവിന് വേണ്ടി മാറ്റിവെച്ചത് എന്തിനാണ്? ഉത്തരം: തൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ. തൻ്റെ മകന് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ. ന്യായാധിപന്മാർ 17:4 അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. ന്യായാധിപന്മാർ 17:4. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ എത്ര വെള്ളി നാണയങ്ങളാണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം: 200 വെള്ളി നാണയങ്ങൾ. 200 വെള്ളി നാണയങ്ങൾ. 200 വെള്ളി നാണയങ്ങൾ തട്ടാനെ ഏൽപ്പിച്ചപ്പോൾ അവൻ അതുകൊണ്ട് നിർമ്മിച്ചത് എന്താണ്? ഉത്തരം: ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം: മിക്കായുടെ ഭവനത്തിൽ. മിക്കായുടെ ഭവനത്തിൽ എന്താണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം: ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ന്യായാധിപന്മാർ 17:5 മിക്കായ്ക്ക് ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു. അവനൊരു ഏഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. ന്യായാധിപന്മാർ 17:5. മിക്കായ്ക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ഒരു പൂജാഗ്രഹം. മിക്ക എന്താണ് ഉണ്ടാക്കിയത്? ഒരു എഫോദും വിഗ്രഹങ്ങളും. മിക്ക ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി. തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചത് ആരാണ്? ഉത്തരം: മിക്ക. മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? ഉത്തരം: തൻ്റെ ഒരു പുത്രനെ. തൻ്റെ ഒരു പുത്രനെ. ന്യായാധിപന്മാർ 17:6 അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. ന്യായാധിപന്മാർ 17:6.
ആരുടെ കാലത്താണ് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്നത്? ഉത്തരം മിക്കായുടെ കാലത്ത്. മിക്കായുടെ കാലത്ത് എവിടെയാണ് രാജവാഴ്ച ഇല്ലാതിരുന്നത്? ഉത്തരം ഇസ്രായേലിൽ. മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ എന്താണ് ഇല്ലാതിരുന്നത്? ഉത്തരം രാജവാഴ്ച. മിക്കായുടെ കാലത്ത് ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം യുക്തമെന്ന് തോന്നിയത്. മിക്കായുടെ കാലത്ത് ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ് മിക്കായുടെ കാലത്ത് ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നത്? ഉത്തരം രാജവാഴ്ച ഇല്ലാതിരുന്നതുകൊണ്ട്. രാജവാഴ്ച ഇല്ലാതിരുന്നതുകൊണ്ട്. ന്യായാധിപന്മാർ 17:7. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. ന്യായാധിപൻ 17:7. എവിടെയാണ് യൂദാ വംശജനായ ഒരു യുവാവുണ്ടായിരുന്നത്? ഉത്തരം യൂദായിലെ ബെത്ലഹേമിൽ. യൂദായിലെ ബെത്ലഹേമിൽ. യൂദായിലെ ബെത്ലഹേമിലെ യൂദാ വംശജനായ ഒരു യുവാവ് ആരായിരുന്നു? ഉത്തരം അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. എവിടെ വന്നു പാർത്ത ലേവ്യനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 17:7 പറയുന്നത്? ഉത്തരം യൂദായിലെ ബെത്ലഹേമിൽ. യൂദായിലെ ബെത്ലഹേമിൽ വന്നു പാർത്ത ലേവ്യനെ കുറിച്ച്. ന്യായാധിപന്മാർ 17:8. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി. ന്യായാധിപന്മാർ 17:8. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് പുറപ്പെട്ടതാരാണ്? ഉത്തരം യൂദാ വംശജനായ ലേവ്യ യുവാവ്. യൂദാ വംശജനായ ലേവ്യ യുവാവ്. യൂദാ വംശജനായ ലേവ്യ യുവാവ് ബെത്ലഹേമിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനാണ്? ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ബെത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട യൂദാ വംശജനായ ലേവ്യ യുവാവ് യാത്ര ചെയ്ത് എവിടെയാണ് എത്തിയത്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ എത്തിച്ചേർന്നതാരാണ്? ഉത്തരം യൂദാ വംശജനായ യുവാവ്, അല്ലെങ്കിൽ യൂദാ വംശജനായ ലേവ്യ യുവാവ്. ന്യായാധിപന്മാർ 17:10. മിക്ക പറഞ്ഞു, എന്നോടുകൂടെ താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17:10. നീ എന്നോടുകൂടി താമസിക്കുക. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം മിക്ക തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന യൂദാ വംശജനായ യുവാവിനോട്. മിക്ക തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന യൂദാ വംശജനായ യുവാവിനോട്. നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം മിക്ക തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന യൂദാ വംശജനായ യുവാവിനോട്. മിക്ക തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന യൂദാ വംശജനായ യുവാവിനോട് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. ന്യായാധിപന്മാർ 17:11. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു. ന്യായാധിപന്മാർ 17:11. ആർക്കാണ് മിക്കായോടുകൂടെ താമസിക്കാൻ സന്തോഷമായത്? ഉത്തരം ലേവ്യന്. ആർക്കാണ് പുത്രനെ പോലെ ആയിരുന്നത്? ഉത്തരം ആ യുവാവ് മിക്കായ്ക്ക്. ഏത് യുവാവാണ് മിക്കായ്ക്ക് പുത്രനെ പോലെ ആയിരുന്നത്? ഉത്തരം യൂദാ വംശജനായ ലേവ്യ യുവാവ്. ന്യായാധിപന്മാർ 17:12. മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിക്ക പറഞ്ഞു. ന്യായാധിപന്മാർ 17:12. ആരെയാണ് മിക്ക പുരോഹിതനായി അവരോധിച്ചത്? ഉത്തരം ലേവ്യനെ. ആരാണ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയത്? ഉത്തരം ലേവ്യൻ. ന്യായാധിപന്മാർ 17:13. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 17:13. ലേവ്യൻ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക എന്താണ് പറഞ്ഞത്? ഉത്തരം ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് മിക്ക പറയുന്നത്? ഉത്തരം ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട്. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് തന്നെ ആരനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് മിക്ക പറയുന്നത്. ഉത്തരം കർത്താവ്. ന്യായാധിപന്മാർ 17:6 തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഉത്തരം
ന്യായാധിപന്മാർ 21:25. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 17-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.